ഹായ് ഹലോ. അപ്പോൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പം കുറച്ച് ഹെൽത്തി പ്രോബ്ലം ഒക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്കിലായിരുന്നു. അപ്പം ഇത് തൊട്ട് വീണ്ടും വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇന്ന് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ചെയ്ത് ഇന്ന് വീഡിയോസ് നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആക്നെ, ഫേസിലെ ആക്നെ, പിമ്പിൾ വന്നിട്ടുള്ള പാട്, പിമ്പിളുള്ളവർക്കൊക്കെ ഏറ്റവും ഇതായിട്ട് PCOD, പിന്നെ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന ഈ പിമ്പിൾ വരുന്നതല്ല, വന്നു കഴിഞ്ഞിട്ടുള്ള പാട് പോകാനാണ് ഏറ്റവും പാട്. അപ്പോൾ അതൊക്കെ മാറാനായിട്ടുള്ളൊരു ഫേസ് പാക്കിൻ്റെ കാര്യമാണ്. പിന്നെ അതുപോലെ ഈ PCOD ഉള്ളവർക്കും തൈറോയിഡ് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയം വരുന്നത്. പിന്നെ ഫേസിൽ വണ്ണം വെക്കുമ്പോഴും ഈ പ്രശ്നം വരാറുണ്ട്. നെക്കിലെ ബ്ലാക്ക്, ഇവിടെ ഈ ഏരിയ, മൂക്കിൻ്റെ ഈ ഭാഗം, പിന്നെ ചിലവർക്ക് ഈ ഏരിയയൊക്കെ ബ്ലാക്ക് കളർ വരാറുണ്ട്. അതുപോലെ തന്നെ പിമ്പിൾ വന്നിട്ടുള്ള പാട്, അത് മാറാനുള്ള ഏറ്റവും പാട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് അതായിരിക്കും. അപ്പോൾ അതിന് പറ്റിയ അടിപൊളി ഒരു പാക്കാണ് ഇത്. എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം നമുക്ക് എന്താ സാധനമെന്ന് അറിയണ്ടേ, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മുടെ അടിപൊളി പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടാലോ, നമുക്ക് പാടൊക്കെ പോകണ്ടേ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സാധനം ഇതാണ്, നമ്മുടെ ആര്യവേപ്പില. ഇതാണ് സാധനം. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അറിയാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലോ. അപ്പോൾ തന്നെ ഇതാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഒറ്റ ഒരു ഐറ്റമേ ഉള്ളൂ. പക്ഷേ ഈ ഒറ്റ ഒരു ഐറ്റം സൂപ്പർ സാധനമാണ്. ഇത് മാത്രം മതി, ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ സാധനം. അപ്പം ഇത് ഞാൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി നല്ലവണ്ണം കഴുകണം. കാരണം ഇതിനകത്ത് നമുക്ക് ചിലന്തി വല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് അത് നല്ലവണ്ണം വാഷ് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ വാഷ് ചെയ്ത് വെള്ളം തോർത്തി എടുത്തായിരുന്നു ഈ സാധനമാണ്. അപ്പോൾ ഇതിനി അരച്ചുകൊണ്ട് ഞാൻ വരാം. അപ്പം ഞാൻ പാക്കൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് അരച്ചിട്ടുള്ള ലുക്ക്. അത് കണ്ടോ, ഒത്തിരി വെള്ളമല്ല. കാരണം ഇത് ഒന്നാമത് ഇലയല്ലേ, അപ്പോൾ അരയ്ക്കുമ്പോൾ നമുക്ക് ഫേസിൽ നിൽക്കണം. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അരയ്ക്കുന്ന സമയത്ത് വെള്ളം നോക്കി അരഞ്ഞോ ഇല്ലയോ നോക്കി വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. ഇതിപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഫേസിലിട്ടാൽ നമുക്ക് നിൽക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് പാക്ക് ഇടേണ്ടതുകൊണ്ട്. അപ്പോൾ ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പം എൻ്റെ ഫേസിൽ അധികം പാടോ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് അറിയത്തില്ല. പക്ഷേ ഈ പാടില്ല എന്നും പറഞ്ഞ് ഇടാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എപ്പോഴും ഈ ഒരു സാധനം നമ്മുടെ ഫേസിന് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമുക്ക് ഈ പുറത്ത് പോയിട്ടുള്ള പൊല്യൂഷനും കാര്യങ്ങളും, പൊടിയാണേലും ഇപ്പോഴത്തെ ചൂടിന് ഏത് സമയം വേർക്കും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴും നമുക്ക് ഫേസിലൊക്കെ എപ്പോഴും ഒരു ഇറിറ്റേഷൻ കാണും. അപ്പോൾ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പാക്കായത്. ആക്നെ ഉള്ളവർക്ക് മാത്രമല്ല, പിമ്പിളുള്ളവർക്ക് മാത്രമല്ല, ഇത് അടിപൊളി സാധനമാണ് എല്ലാവർക്കും. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. പിന്നെ ഒരു കാര്യം, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ നല്ല ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് പറയാവേ. ജസ്റ്റ് നമ്മൾ എപ്പോഴും ഏത് പാക്ക് ഇടുമ്പോഴും നമ്മളിങ്ങനെ ഫേസിൽ മേലോട്ട് വേണം തന്നെ, ഇങ്ങനെ തന്നെ വേണം ഇടാനായിട്ട്. ഭയങ്കര ഒരു സ്മെല്ലൊക്കെയാണ് ഇതിന്. പക്ഷേ നമുക്ക് ഗുണം നോക്കിയാൽ മതിയല്ലോ, സ്മെല്ല് നാരിയെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാ കണ്ടോ, ഞാൻ ഒത്തിരി വെള്ളം ചേർക്കാഞ്ഞിട്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ കണ്ണ് നീറുന്നു. ഞാനപ്പോൾ അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ എൻ്റെ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതിപ്പം ഒരു ഇച്ചിരി ലൂസാണ്, അത് തിക്കാവും. അപ്പോൾ ഇത് തിക്കാവുന്നതനുസരിച്ച് വീണ്ടും നമുക്ക് തേച്ചെടുക്കാം. ചെറിയൊരു പുകച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഇതിട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ എന്തോ ഇഴയുന്ന പോലോ ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ വരും. അത് നമ്മുടെ ഫേസിലുള്ള തന്നെ ഈ ബാക്ടീരിയ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഈ ചെറിയ ജീവികളൊക്കെ കാണുമല്ലോ, അതൊക്കെ ചാകുന്നത് നമുക്ക് ഫീൽ ചെയ്യും ഇതിടുമ്പോൾ. ഭയങ്കര ഇറിറ്റേഷനാണ്. പക്ഷേ അടിപൊളി സാധനമാണ്. അതൊന്ന് ഇച്ചിരി നേരം സഹിക്കുവാണെങ്കിൽ സൂപ്പർ ഐറ്റം ആയിരിക്കും. അപ്പം ഇനി ഇത് ഡ്രൈ ആയിട്ട് വരാം. എനിക്ക് കണ്ണ് ചെറുതായിട്ട് പോകുന്നുണ്ട്, കണ്ണിനകത്ത് കുറച്ച് പോയി, ആണ് വിഷയം. അപ്പം അല്ലാതെ കുഴപ്പമില്ല. പിന്നെ ഈ ഇറിറ്റേഷൻ ഉണ്ട്, അതെന്തായാലും കാണും, അത് ഞാൻ ആദ്യം പറയാം. പക്ഷെ അത് സഹിക്കുവാണെങ്കിൽ അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് കാണാം. ഇനി
അപ്പോൾ അങ്ങനെ നമ്മുടെ പാക്കൊക്കെ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇത് മറ്റ് പാക്ക് പോലൊന്നും അത്രയും അങ്ങ് ഡ്രൈ ആവത്തൊന്നുമില്ല. ജസ്റ്റ് ഇലയല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു വെള്ളം ചേർത്താച്ചതിൻ്റെ ആ ഒരു ഇതായിരിക്കും. പിന്നെ ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ നല്ല ആക്നെയുടെ പ്രോബ്ലം ഉള്ളവർക്കോ പിമ്പിള് പിന്നെ പാട് കാര്യമൊക്കെ ഉള്ളവർ ആഴ്ച ഒരു 3 വട്ടമൊക്കെ ചെയ്യുക. അല്ലാത്തവർ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ 2 വട്ടമോ 1 വട്ടമോ ഒക്കെ ആഴ്ചയിൽ ചെയ്താൽ മതി. പക്ഷേ ഭയങ്കര റിസൾട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ സാധനമാണ്. അപ്പോൾ ഞാനിത് പോയി വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഞാൻ പാക്കൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാം ഇട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ ടവലോ എന്തെങ്കിലും എടുത്തിട്ട് മുഖം ഭയങ്കരമായിട്ടിട്ട് ഇങ്ങനെ തുടയ്ക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ പിമ്പിളിൻ്റെ എന്തൊക്കെ വിഷയമുള്ളവരാണെങ്കിലും നമുക്ക് ഫേസിനായിട്ട് ഒരു പ്രത്യേകം ടവൽ വെക്കുക. എന്നിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി സെപ്പറേറ്റ് ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒപ്പിയെടുക്കുക മാത്രമേ ചെയ്യാവൂ വെള്ളം. അല്ലാതെ ഇങ്ങനെ ഇട്ട് ഒരിക്കലും ഉരക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് പിന്നെയും ഡാമേജ് ആവുക ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ തന്നെ ഇങ്ങനെ 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 ഒപ്പിയെടുക്കുകയേ ചെയ്യാവൂ. ഒരിക്കലും ഇപ്പോൾ നമ്മൾ ഫേസ് തുടയ്ക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലൊരു കോട്ടൻ്റെ തുണിയാണെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല, ഹാർഡല്ല. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഒപ്പിയെടുക്കുക. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ടിഷ്യൂ ആണ്. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒപ്പിയെടുക്കുക ചെയ്യുക. കണ്ടില്ലേ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെല്ലാം വാഷ് ചെയ്തിട്ട് ഇത് സെറ്റായിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇറിറ്റേഷൻ ഇടുമ്പോൾ പാക്ക് ഇടുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയല്ലേ. ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഫേസിൽ വെച്ചേക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ എൻ്റെ ഫേസിൽ അധികം പാടോ കാര്യമില്ലാത്തതുകൊണ്ട് റിസൾട്ട് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. ഫേസിന് വല്ലപ്പോഴും ആണെങ്കിലും ഇടുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അഭിപ്രായം കമൻ്റായിട്ട് ഇടുക. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.